ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ഒക്ടോബർ 1 അമ്മയോടൊപ്പം ജപമാല മാസമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളിന്ന് ഒന്നാമത്തെ ദിവസം ചിന്തിക്കേണ്ടത്, ഈ പ്രാർത്ഥന കൊതിയിൽ നിന്നും രൂപപ്പെട്ടതാണ്. കൊതിയിൽ നിന്നും രൂപപ്പെട്ടത് എങ്ങനെയാണ്? നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പ്രാർത്ഥനയൊന്നും കൃത്യമായിട്ടും ശിഷ്യന്മാരെ പഠിപ്പിക്കാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ വന്ന് കൊതിയോടെ ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ? അങ്ങനെയാണ് ഈശോ അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ച് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു 3-ാം നൂറ്റാണ്ടിന്റെ അവസാനവും അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലുമായിട്ട് അയർലൻഡിലെ സന്യാസ ആശ്രമങ്ങളിൽ അവരുടെ സന്യാസ ജോലികളും കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് അവര് രാവിലെ മുതൽ വൈകിട്ടുള്ള സമയത്ത് പല സമയത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ ഈ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലിയിരുന്ന രീതിയുണ്ട്. അതിനുവേണ്ടി അവരിങ്ങനെ 150 മണികൾ കിട്ടിയ ജപമാലയെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ നാട്ടിലെ പാവപ്പെട്ട കർഷകർ ഈ പ്രാർത്ഥന കേട്ട് അതിനകത്ത് കൊതിയുണ്ടായിട്ട്, അങ്ങനെ പ്രാർത്ഥിക്കാൻ അവർക്ക് സമയമില്ല, അത്രയും നേരം പോയി പ്രാർത്ഥിക്കാനിരുന്ന അവർ വീട് നോക്കാൻ അവർക്ക് പറ്റത്തില്ല. കാരണം അവർ കൊതിയോടുകൂടെ ഈ സന്യാസിമാരുടെ അടുത്ത് നിന്ന് ചോദിച്ചു, ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഇവരുടെ സമയത്തിന്റെ പരിമിതിയും കാര്യങ്ങളും അറിയാവുന്ന സന്യാസിമാര് അവരോട് ആവശ്യപ്പെട്ടത് ഈ ജപമാല ഉപയോഗിച്ചുകൊണ്ട് 150 പ്രാവശ്യം സ്വർഗസ്നായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലുക. അത് പിന്നീട് പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവര് 150 പ്രാവശ്യം നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥന ചൊല്ലി തുടങ്ങി. അങ്ങനെ നമ്മുടെ ഈ 153 മണി ജപമാലയുടെ ആരംഭം സത്യത്തിൽ അങ്ങനെയാണ്. ഈ ഒരു പ്രാർത്ഥനയാണ് പിന്നീട് വിശുദ്ധ ഡൊമിനിക് ഗുസ്മാന് പരിശുദ്ധ അമ്മ ജപമാല നൽകിക്കൊണ്ട് സ്ഥിരീകരിച്ചത്. സത്യത്തിൽ ഇതൊരു ട്രഡീഷണൽ ആയിട്ട് ഉണ്ടായ ഭക്തിയാണ്. ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, കൊന്ത രൂപപ്പെട്ടത് കൊതിയിൽ നിന്നുമാണ്. കൊതിപ്പിക്കുന്ന കൊന്ത, നമുക്ക് അങ്ങനെയാണ് അതിനെ കാണാൻ സാധിക്കുക. അപ്പൊ ഈ മാസത്തിലുടനീളം കൊന്ത ചൊല്ലുമ്പോൾ കൊതിയോടെ പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹത്തോടെ കൊന്ത ചൊല്ലാൻ നമുക്ക് സാധിക്കട്ടെ. പിൽക്കാലത്ത് ഉള്ള ആ ഒരു 4-ാം നൂറ്റാണ്ടിലെ 431-ലൊക്കെയാണ് എഫെസോസ് സുനോദോസിൽ പരിശുദ്ധ അമ്മയുടെ ആ തെയോത്തോക്കസ് ദൈവമാതൃത്വം ഒക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് കുറെ കൂടി ഭക്തിയോടുകൂടി ആളുകൾ ജപമാല ഭക്തി പ്രചരിപ്പിക്കുവാനും കൂടുതൽ ആൾക്കാർ ജപമാല ചൊല്ലുവാനൊക്കെ തുടങ്ങി. 15-ാം നൂറ്റാണ്ടോടുകൂടി അത് വീണ്ടും ശക്തി പ്രാപിക്കുകയും ചെയ്തു. നമുക്കെന്തായാലും ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ഭക്തിയോടും കൂടുതൽ തീക്ഷ്ണതയോടും സ്നേഹത്തോടും കൂടി കൊതിയോടെ കൊന്ത ചൊല്ലാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ.